ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ സെർച്ച് എങ്ങനെയാണ് ഒരു എലമെൻറ്റിനെ എങ്ങനെയാണ് ലീനിയർ സെർച്ച് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് ലീനിയർ സെർച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലീനിയർ സെർച്ചിൻ്റെ വേറൊരു പേരാണ് സീക്വൻഷ്യൽ സെർച്ച്. അതായത് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഒരു സീക്വൻസ് ആയിട്ട് ഒരു ഓർഡറിൽ അങ്ങനെ സെർച്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇതിപ്പോൾ അതായത് കേട്ടില്ലേ, ഒരു അറയിലെ എലമെൻസിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തിപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2, 4, 6, 8, 9 സൈസുള്ള ഒരു അറയാണ്. ഇതിനകത്ത് കുറച്ച് എലമെൻറ്റ് 0 തൊട്ട് അപ്പോൾ 8 വരെ ഇൻഡെക്സിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. നമ്മളപ്പോൾ ഒരു എലമെൻറ്റ് സെർച്ച് ചെയ്യാൻ കൊടുക്കുകയാണ് 41. ഈ 41 എന്നുള്ള എലമെൻറ്റ് ഈ അറയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. മനസ്സിലായോ? ഇതെങ്ങനെയാണ് ഇത് സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ 41നെ അറയിലെ ആദ്യത്തെ ഇൻഡെക്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും, 0th ഇൻഡെക്സ്. അപ്പോൾ അതുമായിട്ട് മാച്ച് അല്ലെങ്കിൽ ആ എലമെൻറ്റിനെ നെക്സ്റ്റ് ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ് കിടക്കുന്ന എലമെൻ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അത് മാച്ച് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻഡെക്സ്, അങ്ങനെ കമ്പയർ ചെയ്ത് ഒരു ലീനിയർ ഒരു സീക്വൻഷ്യൽ രീതിയിൽ ഇതിങ്ങനെ കമ്പയർ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 5th ഇൻഡെക്സിൽ എത്തുമ്പോൾ 41 എന്നുള്ള നമ്പർ അവിടെ ഉണ്ട്. അപ്പോൾ എന്താവും? ഈ 5th ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ഓരോരോ അറയിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ കൊടുക്കുന്ന എലമെൻറ്റ് വെച്ച് ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ലീനിയർ സെർച്ച് എന്ന പേര് വന്നത്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ലീനിയർ എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഡോണ്ട് ക്രിയേറ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ലീനിയർ സെർച്ച് എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ലീനിയർ സെർച്ചിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഇമേജ് വെച്ച് തന്നെ പറയാം. അപ്പം നമുക്ക് ഇത് പറഞ്ഞു 9 സൈസുള്ള ഒരു അറയാണെന്ന്. അപ്പോൾ ആദ്യം എന്താണ്, നമ്മൾ അറയുടെ സൈസ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ? എന്നിട്ട് വേണ്ട എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ് സിസ് ഔട്ട്, അതായത് അറയുടെ സൈസ് എത്രയാണെന്ന് പറയാണ്. എൻ്റർ സൈസ് ഓഫ് അറേ. ഓക്കെ, അറയുടെ സൈസ് എത്രയാണ്? അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മേടിക്കുന്നത്? സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടല്ലേ? സ്കാൻ ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN കൊടുത്തു. ഇനി ലിമിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റ് സൈസ് എന്ന് തന്നെ കൊടുക്കാം. സൈസ് വാങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. സൈസ് ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. അപ്പോൾ നമുക്ക് സൈസ് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സൈസ് എത്രയാണെന്ന് സെറ്റായി. ഓക്കെ. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ അറയ്ക്കകത്ത് എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളൊരു ഫോർ ലൂപ്പ് വെച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ അറയുടെ സൈസ് എത്രയുണ്ടെന്ന് പറയണ്ടേ? അത്രയും സൈസിനകത്തോട്ട് വേണം നമുക്ക് എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ. ശരിയല്ലേ? അപ്പോൾ വീണ്ടും ഞാൻ എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ എലമെൻറ്റ്സ് ഇൻ അറേ. ഓക്കെ, ഇത് കൊടുത്തു. ഇനി സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ അറയ്ക്ക് ഒരു പേര് കൊടുക്കണമല്ലോ. ഇൻറ്റ് അറയിൽ തന്നെ കൊടുക്കാം. ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ്, നമ്മളൊരു ഇൻറ്റിജർ അറയാണെന്ന് പറയാണ്. അപ്പോൾ ഈ അറയ്ക്കകത്ത് നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ 10 സൈസോ 9 സൈസോ അങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി സൈസ് എത്രയാണെന്ന് ഇവിടെ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് സൈസ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുണ്ട് അതിൻ്റെ സൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ സൈസ് എന്ന് പാസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണോ നമ്മൾ സൈസ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തത് അത് ഇവിടെ വന്നോളൂ. മനസ്സിലായോ? ഇവിടെ ഞാൻ ഇത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഒരു എറർ വരുന്നത്. അറയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തപ്പോൾ ശരിയായി. ഇനി എന്താണ്, അറയെ ഞാൻ ഡിക്ലെയർ ചെയ്തു. എൻ്റെ അറയുടെ പേര് ഞാൻ അറയിൽ തന്നെ കൊടുത്തു. ഇനി അറയ്ക്ക് അതോട്ട് എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യണം അല്ലേ? അതിന് വേണ്ടിയിട്ടൊരു ഫോർ ലൂപ്പ് എഴുതുക. ഫോർ ഇൻറ്റ് I equal to 0, I less than array dot length, അതായത് അറേയുടെ ലെങ്ത് എത്രയാണോ അത്രയും വരെ എനിക്ക് എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇവിടെ വന്നിട്ട് നമ്മൾ അറേ ഓഫ് ഐക്കകത്തോട്ട് നമ്മൾ സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ
നമ്മൾ എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്തു. അപ്പം നമ്മൾ അറേയുടെ സൈസ് വാങ്ങി അറേക്കകത്തോട്ട് എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്തു. ഇനി ഈ എലമെന്റ്സ് ഒക്കെ നമുക്ക് കയറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിന് ഈ സെയിം ഫോർ ലൂപ്പ് തന്നെ നമ്മൾ കൊടുത്താൽ മതി. ഇതിന്റെ താഴോട്ട് അറേ ഡോട്ട് ലെങ്ത്. അപ്പം നമ്മുടെ അറേ ഓഫ് ഐക്കകത്ത് എലമെന്റ്സ് ഉണ്ടല്ലോ, സിസ് ഔട്ട് അറേ ഓഫ് ഐ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഒരു സിസ് ഔട്ട് കൊടുക്കാം. എലമെന്റ്സ് ആർന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. എൻ്റർ സൈസ് ഓഫ് അറേ 3 കൊടുത്തു. എലമെന്റ്സ് ഇൻ ആൻ അറേ 1 2 3. എലമെന്റ്സ് ആർ 1 2 3 വന്നല്ലോ. ഇനി റൺ ചെയ്ത് വേറെ ഏതെങ്കിലും ഇപ്പോൾ 5 കൊടുക്കുകയാണെങ്കിൽ 3 45 6 78 1. 3 45 6 78 1. അപ്പം നമ്മുടെ എലമെന്റ്സ് എല്ലാം അറേക്കകത്ത് കയറിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് നമ്മളൊരു എലമെന്റ് കൊടുക്കുമ്പോൾ അത് ഈ അറേക്കകത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യണം അല്ലേ. ഇതിപ്പോൾ ഞാൻ ഇതങ്ങ് കളയാണ്, കാരണം എനിക്കിതിപ്പോൾ ആവശ്യമില്ലല്ലോ. ഇത് വേണമെങ്കിൽ കളയണ്ട, നമുക്ക് കമൻറ്റ് ചെയ്യാം. എലമെന്റ്സ് അറേയിൽ കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. ഇനി നമ്മൾ സെർച്ച് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു എലമെന്റ് അതിനകത്തുണ്ടോ എന്ന് സെർച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ആ എലമെന്റ് നമുക്ക് യൂസറുടെ കയ്യിൽ നിന്നൊരു ഇൻപുട്ടായിട്ട് വാങ്ങിക്കാം. അപ്പം നമുക്ക് കൊടുക്കാം സിസ് ഔട്ട് enter element to be searched എന്ന് കൊടുക്കാം. എന്നിട്ട് ആ സെർച്ച് ചെയ്യുന്ന എലമെന്റ് വാങ്ങിക്കണമല്ലോ. ഇൻറ്റ് സെർച്ച് ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇറ്റ്. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് ഈ സെർച്ച് എലമെന്റ് ഈ അറേക്കകത്തുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഫോർ ലൂപ്പ് എഴുതാണ്. for int I equal to 0, I less than array dot length I plus plus. ഇപ്പം നമ്മൾ കൊടുക്കുകയാണ്. ഇഫ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുക? ഈ സെർച്ച് എലമെന്റിനെ അറേയിലെ ഓരോ എലമെന്റുമായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് അറേ ഓഫ് ഐ, അതായത് ഐ എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡെക്സ് മാറി മാറി വരുമല്ലോ, ഈക്വൽ ടു സെർച്ച് എലമെന്റ് ആണെങ്കിൽ എന്താണ്, ആ എലമെന്റ് കിട്ടിയെന്ന് നമുക്ക് കൊടുക്കാമല്ലോ. സിസ് ഔട്ട് എലമെന്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ്. നമുക്ക് ഏത് ഇൻഡെക്സ് ആണെന്ന് നമുക്കറിയണം അല്ലേ. അപ്പോൾ പ്ലസ് ഐ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇൻഡെക്സ്, ആ എലമെന്റ് ഏത് ഇൻഡെക്സിലാണ് ഫൗണ്ട് ചെയ്തത് അത് കാണിക്കും. ഇനി നമുക്കിവിടെ വേറൊരു വേരിയബിളോട് ഡിക്ലെയർ ചെയ്യാം. അതായത് എലമെന്റ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യാം. എലമെന്റ് കിട്ടിയാൽ ഫ്ലാഗ് ട്രൂ ആവാം, ഇല്ലെങ്കിൽ ഫ്ലാഗ് ഫോൾസ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബൂളിയൻ വാല്യൂ സെറ്റ് ചെയ്യാണ്. ബൂളിയൻ ഫ്ലാഗ് ഈക്വൽ ടു, ആദ്യം അത് ഫോൾസ് എന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു മാച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാഗ് എന്ന് പറയുന്നത് ട്രൂ ആക്കുക. ഓക്കെ, ഇനി ഈ ഫോർ ലൂപ്പിന് വെളിയിൽ വന്നിട്ട് if flag equal to false ആണെങ്കിൽ എന്താണ്, എലമെന്റ് നോട്ട് ഫൗണ്ട് അല്ലേ. സിസ് ഔട്ട് എലമെന്റ് നോട്ട് ഫൗണ്ട്. ഇത് മനസ്സിലായല്ലോ. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ആദ്യം നമ്മൾ ഇമേജ് വെച്ച് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ആദ്യം അറേയുടെ സൈസ് എത്രയാണെന്ന് വാങ്ങിച്ചു, പിന്നെ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ആദ്യം അറേയുടെ സൈസ് എത്രയാണെന്ന് വാങ്ങിച്ചു, എന്നിട്ട് ഞാൻ സ്പേസ് ഇട്ടതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എലമെന്റ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. പിന്നെ ഇത് ജസ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് ഞാൻ കമന്റ് ചെയ്തിരിക്കുകയാണ്. ഇനി സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഏതാണെന്ന് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇത് നമ്മളൊരു ഫ്ലാഗ് സെറ്റ് ചെയ്തു. എന്നിട്ട് അറേ ലൂപ്പ് ചെയ്തെടുത്തിട്ട് അറേയിലെ ഓരോ ഇൻഡെക്സും നമ്മൾ സെർച്ച് ചെയ്ത എലമെന്റിന് ഈക്വൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുക. ഐ പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റർ സൈസ് ഓഫ് അറേ ഞാൻ 5 കൊടുക്കുകയാണ്. എൻ്റർ എലമെന്റ്സ് ഇൻ ആൻ അറേ 21 33 44 55 77. എൻ്റർ എലമെന്റ് ടു ബി സെർച്ച്ഡ്. അപ്പം നമുക്കിപ്പോൾ ഇതിനകത്തുള്ള ഒരു എലമെന്റാണ് ഇപ്പോൾ കൊടുക്കാം. 44 കൊടുക്കാം. എലമെന്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് 2, ശരിയല്ലേ. 0th ഇൻഡെക്സിലാണ് 21, ഫസ്റ്റ് ഇൻഡെക്സിൽ 33, സെക്കൻഡ് ഇൻഡെക്സിലാണ് 44. നമുക്കൊന്നുകൂടെ സെർച്ച് ചെയ്ത് ഇതിനകത്തില്ലാത്തൊരു എലമെന്റ് കൊടുക്കാം. എൻ്റർ സൈസ് ഓഫ് ദ അറേ ഞാൻ 5 കൊടുക്കുകയാണ്. എലമെന്റ് 1 2 44 76
88. ഇനി നമുക്ക് ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്? ഇനി ഇതിനകത്ത് ഇല്ലാത്ത ഒരു എലമെൻറ്റ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ 56 കൊടുക്കുകയാണ്. എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ലീനിയർ സെർച്ച്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.